ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വല്യകുളം എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് പോയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മക്കളെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വല്യകുളത്തിലോട്ട് പോയത്. ഇപ്പോൾ ആദ്യം എൻ്റെ മോനെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അവിടെ വെള്ളത്തിൽ തുഴയാൻ തുടങ്ങി. പക്ഷേ കാലൊന്നും അവൻ അനക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇടാ മോനെ കാലനക്കാൻ പറഞ്ഞ്. അപ്പോൾ അവൻ കാല് പിന്നെ ഇടയ്ക്ക് വീഡിയോയിൽ അടിക്കുന്ന കാണാം. അത് അടിക്കുന്നുണ്ട് അത്ര തന്നെ. എൻ്റെ മോളിതാ കരയുടെ അവിടെ നിന്ന് കരയുവാണ്. അവളെ കൂടെ നീന്തൽ പഠിപ്പിക്കച്ചാ എന്നും പറഞ്ഞ് വിളിക്കുവാണ്. അപ്പം ഇപ്പം ചേട്ടൻ എൻ്റെ മോനെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിയായെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ വെള്ളം കുടിക്കുന്നുണ്ട്, ചുമ വരണുണ്ട്, എല്ലാം ഉണ്ട്. മുങ്ങാൻ പേടിയാണ്. പക്ഷേ വീഡിയോയുടെ അവസാനം അവൻ മുങ്ങുന്നുണ്ട്, മുഴുവനായിട്ട് മുങ്ങുന്നുണ്ട്. ഇപ്പം അച്ഛനെ പിടിച്ച് പടിക്കെട്ടാണ്, 4 പടിക്കെട്ടുണ്ട് ഈ വെള്ളത്തിനകത്ത്. ആ പടിക്കെട്ട് നിന്നുകൊണ്ടാണ് അവർ നീന്തുന്നത്. വീണ്ടും അവനെ നീന്താൻ പഠിപ്പിക്കേണ്ട ശ്രമത്തിലാണ്. പക്ഷെ അവന് കാലിലൊന്നും അനക്കമില്ല, കൈ മാത്രമേ അവൻ നീന്തണുള്ളൂ. ഇപ്പോൾ വീണ്ടും കാലനക്കാൻ തുടങ്ങി. നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴും അടുത്ത് മോളെ കയറ്റും. മതിയായെന്ന് തോന്നുന്നു. മോളെ നീന്താൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അവൾക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് അവനെ പോലെയല്ല, അവനെല്ലാം ധൈര്യമാണ്. പക്ഷേ ഇവൾക്ക് എല്ലാം പേടിയാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെയും പേടിയായിരുന്നു. അമ്മ പാമ്പുണ്ടാവുമോ എന്ന് ചോദിച്ച് പേടിച്ചാണ് നിൽക്കുന്നത്. കുറച്ച് നീന്തിയപ്പോൾ അവൾക്ക് മതിയായി. ഇന്നത്തെ ചേട്ടൻ നീന്തി കാണിച്ചു കൊടുക്കുകയാണ്. മക്കൾ കേട്ട് അച്ഛന് നീന്താൻ അറിയാവോ അച്ഛാന്ന്. അപ്പോൾ എന്നാ കണ്ടോ എന്നും പറഞ്ഞാണ് അച്ഛൻ മക്കൾക്ക് നീന്തി കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നീന്തേണ്ടത്. മക്കളെ കരയിൽ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് അച്ഛൻ നീന്താനായിട്ട് പോയത്. അവർ രണ്ടുപേരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ദൂരത്തോട്ട് പോയപ്പോൾ അവർ കരയാൻ തുടങ്ങി. അച്ഛൻ പോവല്ലേ, ദൂരത്തോട്ട് പോവല്ലേ എന്ന്. കാര്യം ഇത് വലിയൊരു കുളമാണ്, കണ്ണെത്താ ദൂരത്ത് വ്യാപിച്ച് കിടക്കുന്ന കുളമാണ്. അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് പേടിയാണ് മക്കൾക്ക്. അവർ തിരിച്ച് വിളിച്ചപ്പോൾ ചേട്ടൻ ഇങ്ങ് പോന്നു. വീണ്ടും അടുത്ത് തന്നെ മോളതാ മുക്കി. അവൾ മുഴുവനായിട്ട് മുങ്ങി. കാര്യം മുമ്പ് ഹാപ്പി ലാൻഡിൽ പോയ ഓർമ്മയുണ്ട് അവൾക്ക്. അതുകൊണ്ട് അവൾക്ക് മുങ്ങാൻ പേടിയില്ല. അവിടെ പോയി അവൾ ആ പൂളിലുള്ള മുങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും മോളും കൂടെ മുങ്ങുവാണ്. മോൻ കരയിലിരുന്ന് തുണി നനയ്ക്കുകയാണ്. അവൻ്റെ തുണി വെച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ. കണ്ടില്ല, ആ പടവിലാണ് അവ ഇരിക്കുന്നത്. അവ ഇട്ടിരുന്ന ഡ്രസ്സ് വെച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് തല കഴുകി ഞാൻ തല തുടച്ചിങ് കയറ്റിയായിരുന്നു. ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സോപ്പ് തേച്ചിട്ട് അടുത്ത് വീണ്ടും ഇവരിറങ്ങും. രണ്ടുപേരും കൂടെ ഒന്നിച്ച് അച്ഛ എന്നെ പിടിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മുങ്ങാന്ന് പറയുകയാണ് അവൾ. നീന്താൻ തുടങ്ങി. വീണ്ടും നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ കൈയും കാലും എല്ലാം അടിക്കുന്നുണ്ട്. കണ്ടില്ലേ, വലിയൊരു കുളമാണ്, ഭയങ്കരപ്പെട്ട ഒരു വലിയൊരു കുളം തന്നെയാണ്. നമുക്ക് കണ്ണെത്താ ദൂരത്താണ് കുളം വ്യാപിച്ച് കിടക്കുന്നത്. ആക്ച്വലി നമ്മളിവിടെ നടക്കാനായിട്ടാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം നടക്കാൻ പോയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് തോർത്തും ഡ്രസ്സുമായിട്ട് പോവാം, കൊച്ചുങ്ങളെ ഒന്ന് നീന്തൽ പഠിപ്പിക്കുകയും ചെയ്യാം. കാര്യം ആദ്യത്തെ 4 റൗണ്ട് നമ്മൾ ഈ കുളം ചുറ്റി നമ്മൾ ഒരു 4 റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. നടന്നതിന് ശേഷമാണ് ഈ കുളത്തിലോട്ട് ഇറങ്ങിയത്. എക്സസൈസിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. 4 റൗണ്ട് എണ്ണി നടത്തി തീർത്തിട്ട് കുളത്തിലോട്ട് ഇറങ്ങി. അവളുടെ ചെരുപ്പ് കാണാനില്ല തോന്നുന്നു കേട്ടോ. ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ചെരുപ്പ് തപ്പി നടക്കുമായിരുന്നു. ഇപ്പം കിട്ടി. ഇനി അവളിങ്ങ് കയറുവാണ്. ഇനി അടുത്തിനി ആരെങ്കിലും ഒരാളിപ്പം ചേട്ടൻ വീണ്ടും നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ രണ്ടുപേരും കരക്കിരുത്തിയിട്ട് ചേട്ടൻ നീന്തി പോവുകയാണ്. കണ്ടോ, കുളത്തിൻ്റെ ഏകദേശം അങ്ങറ്റത്തോട്ട് പോവുകയാണ്. പിന്നെ ഇവർക്ക് മക്കൾക്ക് പേടിയാകുമ്പോൾ അച്ഛനെ തിരിച്ച് വിളിക്കുക. അച്ഛൻ ഇങ്ങ് വാ അച്ഛാന്ന് പറയും പേടിച്ച്. അപ്പോൾ ചേട്ടൻ വീണ്ടും നീന്തി വരുന്നുണ്ട്. അച്ഛൻ വന്നാലേ അവർക്ക് സമാധാനം കാണുള്ളൂ. അച്ഛൻ വരണവരെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും പടവിലിരിക്കണത്. അച്ഛനെ കണ്ടത് വീണ്ടും എൻ്റെ മോള് ഇറങ്ങി തുടങ്ങി. രണ്ടുപേർക്ക് അവന് നല്ല ധൈര്യമാണ്, പക്ഷെ അവൾക്ക് നല്ല പേടിയാണ്. വെള്ളത്തിൽ ഇറങ്ങാനേ പേടിയാണ്. കാര്യം ഇറങ്ങുമ്പോഴേ കേട്ടോണ്ടാണ് ഇറങ്ങി അമ്മ പാമ്പുണ്ടോയെന്ന്. രണ്ടുപേരും കൂടെ മീൻ പിടിക്കേണ്ട ശ്രമത്തിലാണ്. അവ ഇട്ടിരുന്ന ഡ്രസ്സ് വെച്ച് രണ്ടുപേരും മീൻ പിടിക്കാൻ തുടങ്ങിയാണ്. പക്ഷെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ഇവരുടെ ഒച്ചപ്പാട് ബഹളം കേൾക്കുമ്പോൾ ഈ കരയിൽ നിന്ന് മീൻ നീന്തി അപ്പുറത്തെ കരയിലോട്ട് പോയി കാണും. വീണ്ടും
മീൻ പിടിക്കാൻ പോവുകയാണ്. ഇതാ രണ്ടുപേരും എന്നെ നോക്കുകയാണ്. കൊണ്ട് അമ്മ ബാക്കിലുണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്നത്. അടുത്ത് വീണ്ടും മോനെ മുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് അവൻ ഫുള്ളായിട്ട് മുങ്ങാൻ പഠിച്ചു. അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മോന് മുങ്ങാനായിട്ട്. എന്നാലും ആദ്യം മടിയായിരുന്നു, മുങ്ങാൻ പേടിയായിരുന്നു. കുറച്ച് മുങ്ങ് വീണ്ടും കഴിക്കും. പക്ഷെ ലാസ്റ്റ് അവൻ പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. മുങ്ങാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല, അവന് പേടിയാണ്. 2 പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചായിരുന്നു. വെള്ളം കുടിച്ച് ചുമയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അച്ഛനെ പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നിച്ച് മുങ്ങാനായിട്ട്. ഇതാ മുങ്ങാൻ പോവാണ്. അവൻ ഇത്ര തന്നെ അവൻ്റെ മുങ്ങക്ക്. അവൻ തല മുഴുവനായിട്ട് മുങ്ങത്തില്ല, കുറച്ചേ മുങ്ങുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റ് അവൻ മുങ്ങണുണ്ട്. കരയിലേക്ക് എന്നോട് ചോദിക്കണമ്മ ഞാൻ മുങ്ങിയോ, ഇത്ര തന്നെ അവൻ്റെ മുങ്ങക്കോ. കണ്ടില്ലേ അവൻ കുളിക്കണം, അവന് പേടിയാണ്. ഇനി അച്ഛൻ മോനെ കുളിപ്പിക്കുന്നു, അച്ഛനെ കുളിപ്പിക്കുന്നു. ചേട്ടത വെള്ളം കോരി അവൻ്റെ ദേഹത്തൊഴിക്കും, അവൻ തിരിച്ച് അച്ഛൻ്റെ ദേഹത്തൊഴിക്കും. അടുത്ത് മുങ്ങുവാണ്. വീണ്ടും അവൻ മുഖം മാത്രമേ മുക്കുള്ളൂ, തല മുഴുവനായിട്ട് മുക്കില്ല, പേടിയാണ്. അച്ഛനെ കുളിപ്പിക്കുന്നുണ്ട്, മോനെ കുളിപ്പിക്കുന്നുണ്ട്, തമ്മിൽ മാറി മാറി വെള്ളം കോരിക്കുന്നുണ്ട്. വീണ്ടും മുങ്ങാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുങ്ങാൻ പറയുവാണ്. മോളിതാ ഇവിടെ കരയിലിരിപ്പുണ്ട്. അവളിതാ കാലിൽ വെള്ളം കളിച്ച് സൈഡിലിരിപ്പുണ്ട്. കാര്യം ഓരോരുത്തരും ഇതേ ചേട്ടൻ കൊണ്ടുപോകുള്ളൂ അങ്ങോട്ട്. കാര്യം ആഴമുള്ളതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ചേട്ടന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരാളെ അകത്ത് കുറച്ച് ദൂരം കൊണ്ടുപോയി മുങ്ങിച്ചിട്ട് കരയിൽ കയറ്റിയിട്ട് അടുത്തൊരാളെ കൊണ്ടുപോകും. കാര്യം ചേട്ടൻ രണ്ടുപേരും ഒന്നിച്ച് കുളത്തിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് വെള്ളത്തിനകത്ത് നോക്കിയാൽ കാണാം, പടിക്കെട്ടാണ് അത്രയും, 4 പടിക്കെട്ടോളം ഉണ്ട്. ഇത് അവളവിടെ ഇരിക്കുവാണ്, വെള്ളം കളിച്ചിരിക്കുകയാണ്. അടുത്തിന് ഇവനെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് അടുത്ത് അവളെ കൊണ്ടുപോകാനായിട്ട് മുങ്ങി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, എന്ത് വലിയ കുളമെന്ന് നോക്കിയാണ്. ഈ കുളത്തിൻ്റെ പേര് തന്നെ ആക്ച്വലി വലിയ കുളമെന്ന് തന്നെയാണ്. കാര്യം ഇതിൻ്റെ സൈസ് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇതിന് വലിയ കുളമെന്ന് പേരിട്ടത്. അത്രമാത്രം വലിയൊരു കുളം തന്നെയാണിത്. കാണാൻ നല്ല ഭംഗിയുള്ള, കാണാൻ നല്ലൊരു ആംബിയറാണ് ഇവിടെ ഇവിടെ വന്നാൽ വൈകുന്നേരം സമയം പോണത് അറിയത്തില്ല. ഈ കുളത്തിന് 4 ചുറ്റിനും മുഴുവനായിട്ട് റൗണ്ട് ഇത് നമുക്ക് നടക്കാൻ സാധിക്കും. കണ്ടില്ലേ, കണ്ണത്ത ദൂരത്താണ് കുളം വ്യാപിച്ച് കിടക്കുന്നത്. മുമ്പ് ഇതിനും വലിയ കുളം ആയിരുന്നു. പക്ഷേ എല്ലാവരും സ്ഥലങ്ങളെടുത്തെടുത്ത് ഇപ്പം കുളത്തിൻ്റെ അളവ് ഇത്രയായി. രണ്ടുപേരും കുളിച്ച് കയറി കഴിഞ്ഞിട്ടില്ല, ഇതാ കളിക്കുകയാണ്, വെള്ളത്തിൽ കിടന്ന് വെള്ളം കോരി കളിക്കുകയാണ്. ഇനി അടുത്തിന് മുങ്ങേണ്ട ലക്ഷണമാണെന്ന് തോന്നുന്നു. അതോ ഇനി കരയിൽ കയറുമോ? അവൾ വിളി തുടങ്ങി. കാര്യം ഇനി ഇവനെ കയറ്റിയിട്ടാണ് അവൾക്ക് ഇറങ്ങാനായിട്ട്. അതിന് മുഴുവനായിട്ട് അവൻ മുങ്ങാൻ പോവേണമെന്ന് തോന്നുന്നു. ഇത് അച്ഛൻ പറയുന്നത് ഇരുന്ന് മുങ്ങാൻ. അവൻ മുങ്ങിക്കഴിഞ്ഞു, അവൻ ഫുള്ളായിട്ട് മുങ്ങി. ഒരു പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ആ ഒരു പേടി മാറിയിട്ടുണ്ട്. വീണ്ടും അവൻ അടുത്ത 2ാമത്തെ ട്രിപ്പ് മുങ്ങാൻ പോവുകയാണ്, മുങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താ അവൻ ഫുള്ളായിട്ട് മുങ്ങി പഠിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ്, എൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാം. ഫുള്ളായിട്ട് മുങ്ങിയതിൻ്റെ സന്തോഷം. അതാ വീണ്ടും മുങ്ങി, അടുത്ത് വീണ്ടും മുങ്ങണുണ്ട്. ഒരു പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ്റെ പേടി പോയിട്ടുണ്ടായിരുന്നു. മോളിതാ വെള്ളത്തിൽ കിടന്ന് സൈഡിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, വിളിക്കുകയാണ് അച്ഛൻ വാ മതി അവന് മതിയെന്ന്. അടുത്ത് ഇവനാക്കിയിട്ടാണ് അവളടുത്ത് ഇറക്കാനായിട്ട്. മുങ്ങിപ്പൊങ്ങി നടക്കുകയാണ് രണ്ടുപേരും. മതിയായെന്ന് തോന്നുന്നു, വെള്ളം കുടിച്ചു. ഇടയ്ക്കൊരു